കല്യാണ ഉണ്ണികൾ എന്ന് പറഞ്ഞൊരു ഗ്യാങ് ഉണ്ട്. ചിലപ്പോൾ ഇവര് ചിലയിടത്ത് മോൺസ്റ്റർ ആയിരിക്കും, ചിലയിടത്ത് ഗ്യാങ്സ്റ്റർ ആയിരിക്കും. അതായത് അപ്പന് പണ്ടെങ്ങോ സമയമില്ലാഞ്ഞിട്ട് മോനെ ആ കല്യാണത്തിനൊന്ന് പോയേക്കണേന്ന് പറയുന്നിടം തൊട്ടാണ് ഇവരുടെ ഈ ജൈത്ര യാത്ര ആരംഭിക്കുന്നത്. പിന്നെ ഇവരുടെ കല്യാണം വരെ ഇവർ ഇങ്ങനെ കല്യാണത്തിന് എല്ലാ ഞായറാഴ്ചയും കല്യാണത്തിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഉണ്ടെന്ന കാര്യം പറയുമ്പോഴേ ചില പെണ്ണുങ്ങൾ ഉണ്ട് കഴിഞ്ഞാൽ ഈ തുഞ്ചറ്റ് മാത്രമേ കയ്യിൽ ചോറാവുള്ളൂ. ഞാനൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ ഈ കൈയുടെ ഉള്ളം കൈയും വിരലിൻ്റെ ഇട ഇവിടെയും വരെ ചോറും മോരും ഒക്കെ ആവും. ഇവരെങ്ങനെയാ ഇവിടെ വരെ ആവുള്ളൂ? ഞാൻ ഇവിടെ മുതൽ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ മാത്രം പറയാൻ പറ്റിയൊരു കഥ, കലാഭവനിൽ മിമിക്രി പഠിക്കുന്ന പിള്ളേരുടെ മുറിയിലേക്ക് ഒരു ദിവസം നോക്കിയപ്പോഴേ കലാഭവൻ മധു അവർക്ക് ഇത് പഠിപ്പിക്കാൻ പറഞ്ഞിട്ട് നമുക്ക് ഇമ്പോസിന് ഇത് വായിച്ചോ എന്ന് പറഞ്ഞിട്ട് മധുവിനൊരു ഫോൺ വന്നു. കലാഭവൻ മധു ഫോണുമായിട്ട് പോയപ്പോൾ ഈ കലാഭവനെ പഠിക്കാൻ വന്ന പിള്ളേർ ഇത് നിർത്തിയിട്ടില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞ് ഡോറ് തുറന്ന് നോക്കിയപ്പോഴേ കൈവഴി തുപ്പലിറങ്ങി നിലത്ത് വീണ് കിടക്കുക. നിലത്തെത്തി എന്നിട്ട് വായിച്ചോണ്ടിരിക്കുക. ഞാൻ ഈ കല്യാണത്തിന് പോയിട്ട് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ വൈഫ് ചോദിക്കും, ഇന്ന് ചിക്കനായിരുന്നല്ലേ? ചോദിച്ചതങ്ങനെ നിനക്ക് മനസ്സിലായി? അല്ല ഷട്ടയിലുണ്ടല്ലോ. നമ്മൾ വെള്ളം കുടിച്ച് നശിച്ചു പോയ ഒരുപാട് പേരുടെ കഥ കേട്ടിട്ടുണ്ടെങ്കിലും കള്ളുകൊണ്ട് ധനികനായ ഒരേ ഒരാൾ പ്രശാന്ത് മുന്നപ്ര എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിന്റെ അയ്യപ്പ ബൈജു എന്ന് പറയുന്ന ക്യാരക്ടർ കള്ളു കുടിക്കില്ല. പ്രശാന്തന്റെ കള്ളു കുടിക്കുന്നില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ അയ്യപ്പ ബൈജു ക്യാരക്ടർ ഹിറ്റായി നിൽക്കുന്ന സമയത്ത് എന്തൊരു ഫാൻ ഫോളോയിങ് ആണെന്നറിയോ. ഏത് സ്റ്റേജിൽ പോയാലും ഒരു സൂപ്പർ സ്റ്റാർ വരുന്നത്ര ആൾക്കാരാണ് പുള്ളിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നതും വെയിറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ട്രൂപ്പിൽ 2 വർഷം ഒന്നിച്ചുണ്ട്. ഞാൻ ഒരു സ്ഥലത്ത് പരിപാടിക്ക് വന്നപ്പോൾ സ്റ്റേജിൻ്റെ സൈഡിൽ ഒരാൾ ഇരുള് വെളിവ് ബോധമില്ലാതെ പറഞ്ഞു ഇങ്ങനെയൊക്കെ പൂസാകാനൊരു ഭാഗ്യം വേണം. ഇങ്ങനെ നിൽക്കുമോ? എങ്ങനെ നിൽക്കണല്ലോ? എന്നെ കണ്ടോ ഹലോ അയ്യപ്പ ബൈജു എന്നോ അവർക്ക് ഭയങ്കര പുള്ളിയുടെ സ്വന്തം പോലെ തോന്നുന്നത്. ഞാൻ പറഞ്ഞില്ല എത്തിയിട്ടില്ല. ബൈജു കാണണം, ബൈജുവിനെ എനിക്ക് കാണണം, ബൈജു എൻ്റെ എന്നൊക്കെ ചോദിക്കും കേട്ടോ. ഞാനപ്പോൾ ഇയാൾ എൻ്റെ കയ്യിൽ നിന്ന് വിടണില്ല. ഞാൻ ഒരുവിധം കൈ വിട്ടിട്ട് ഈ സ്റ്റേജിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ വന്നപ്പോൾ അവിടെ ഒരാൾ വേറൊരാൾ ഇങ്ങനെ നിൽക്കുക. അയ്യോ ബൈജു എൻ്റെ എന്ന് ചോദിച്ചു. ഇങ്ങ് വാ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് ഞാൻ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ട് തന്നെ മറ്റേ കുടീനെ കാണിച്ചു കൊടുത്തത് ഇതാ അയ്യപ്പ ബൈജു എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തേ. ഒരു മണിക്കൂർ ഇവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് കെട്ടിപ്പിടിച്ച് ബൈജു എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇപ്പം എന്താ ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തെന്നൊരു പിടുത്തമില്ല ഇത്രയും നേരം. തസ്ലീമ നല്ല പെർഫോമൻസ് ആയിരുന്നു. ആരായിരുന്നു സ്ക്രിപ്റ്റിംഗ് ഒക്കെ ചെയ്തേ? ഞങ്ങള് രണ്ടുപേരും കൂടെയാണ്. രണ്ടുപേരും കൂടെ ചേർന്ന്. നല്ല നല്ല പ്രസന്റേഷൻ സ്കില്ലൊക്കെ ഉണ്ട് അല്ലേ? സ്റ്റൈൽ നന്നായിട്ടുണ്ട്. തസ്ലീമ നല്ല കോൺഫിഡൻസ് ഉണ്ട്. അതുപോലെ പ്രസൻറ്റേഷൻ നന്നായിട്ട് സ്ഫുടമായിരുന്നു. അതുകൂടാതെ എല്ലാ എലമെൻസും അതിനകത്ത് വന്നു. ഒരു കല്യാണത്തിന് നമ്മൾ പോയതുപോലെ ഫീൽ ചെയ്തു. ഒരുപാട് സംഭവങ്ങൾ, ആരും ശ്രദ്ധിക്കാത്ത കുറേ സംഭവങ്ങൾ വരെ അതിനകത്ത് കൊണ്ടുവരാൻ ശ്രദ്ധിച്ചു.